ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അമ്മയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര സൗണ്ടാണല്ലോ പുറത്ത്. അപ്പോൾ നമ്മളിതാ വീഡിയോ എടുത്തപ്പോൾ 1 മാസത്തോളമായി. അപ്പോൾ ഒരു ബ്രേക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി പിന്നെ മടി പിടിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോഴും കഴിഞ്ഞ തവണ ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ കുറച്ചധികം 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. പരമാവധി സമാധാനമായിട്ട് സന്തോഷമായിരിക്കാൻ വിചാരിച്ചിട്ടാണ്, മടി പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടാണ് വീഡിയോസ് ഇടണമെന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂർ വന്നിട്ട് അടിക്കി പറിക്കലും ക്ലീനിങ്ങൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ദിവസത്തിൽ ഞാൻ ചെയ്യുന്ന ക്ലീനിങ് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് ഞാൻ എന്നും ചെയ്യുന്നതാണ്. അപ്പോൾ എന്നും ചെയ്യുന്ന ക്ലീനിങ് അപ്പോൾ നമുക്ക് മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള ഒരു ക്ലീനിങ് റൂട്ടീൻ ഇതിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഇതാ ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരാണ്. അപ്പോൾ മോർണിംഗ് തന്നെ ഇവിടെ ഭയങ്കര അറിയാലോ സിറ്റിയാണ്, അതുപോലെ തന്നെ നിറച്ച് ബിൽഡിങ്സും ചുറ്റുമുള്ള കാരണം തന്നെ പെട്ടെന്ന് പൊടി വരും കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ എത്ര അടിച്ചു വാരിയാലൊക്കെ പെട്ടെന്ന് പൊടി വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ റെൻറ്റിന് കട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു റെൻറ്റിന് കട്ടിലൊന്നും വേണ്ട, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 2 മാസത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും ദിവസമൊന്നും നിന്നിട്ടില്ല. നമ്മളൊരു മെയ് 1st ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബെഡൊക്കെ വെച്ചിട്ട്, അപ്പോൾ ബെഡ് താഴത്തായ കാരണം തന്നെ പെട്ടെന്ന് പൊടി പിള്ളേർ ചവിട്ടി കൂട്ടുന്ന കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും കേട്ടോ, പൊടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽക്കൂട്ടി ഇത് രാവിലത്തെ ഒരു റൗണ്ട് ഓഫ് കളി കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വലിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എന്താ വെച്ചാൽ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിടും, കാരണം പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്നുള്ളതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് ഒന്ന് അടിച്ച് വാരി സെറ്റ് ചെയ്ത് വയ്ക്കും. നമ്മൾ കാര്യമില്ല, കാരണം പിള്ളേർ അപ്പം തന്നെ അത് വലിച്ചിടും. എന്നാലും പൊടിയൊക്കെ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് അടിച്ച് വാരി സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് ഉരുക്കൂട്ടി കുറേ സാധനങ്ങൾ വലിച്ച് വാരിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് തിരിച്ച് മാറ്റി വയ്ക്കുകയാണ് ഷെൽഫിലേക്ക്. പിന്നെ ഷെൽഫിലും കുറേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തലേദിവസം ഓരോന്ന് വെച്ചതാണ്. അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോകാനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേർ, ഇപ്പോൾ ചേച്ചി ജോലിക്ക് പോകുമ്പോൾ ഞാൻ അമ്മയും പിള്ളേരുള്ളത്. അപ്പോൾ പരമാവധി അവർ തന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കളർ പെൻസിൽസൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കുറേ സാധനങ്ങൾ ഇങ്ങനെ എപ്പോഴും ഒരു വിധത്തിലായിരിക്കും. അപ്പോൾ അതൊരു കുട്ടി അതിൻ്റെ ഇടയിൽ കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാഗൊന്ന് തുടച്ച്, അപ്പോൾ ഈ ഷെൽഫ് ഇടയ്ക്കിടയ്ക്ക് തുടച്ചാലും പിന്നെയും ചെറിയ രീതിയിലൊരു ലെയർ ഓഫ് പൊടിങ് ഇങ്ങനെ എപ്പോഴും വരും കേട്ടോ. അതൊരു വൈറ്റ് കളറിൽ പൊടിയാണ് വരിക. അതെന്താ സംഭവം എനിക്കിപ്പോഴും അറിയില്ല. ഇതന്നെയാണ് വിചാരിക്കുന്നത്. ഈ ബാംഗ്ലൂർ ആയ കാരണം നിറച്ച് കൺസ്ട്രക്ഷൻ വർക്കും പിന്നെ നിറച്ച് വണ്ടികളും പിന്നെ അടുപ്പിച്ച് ബിൽഡിങ്സൊക്കെ ആയ കാരണം ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ് ഇരിക്കണം. അതാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരുന്നത്. നമ്മൾ ജനലൊക്കെ തുറന്നു പെട്ടെന്ന് പൊടി കയറുന്നതായിരിക്കണം. ഇവിടെ പിന്നെ കുറേ സമയം വെറുതെയുള്ള കാരണം എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാ സാധനങ്ങളും അടുക്കി പറക്കിയിരിക്കുന്നത് കാണാൻ ഇഷ്ടമുള്ള കാരണം ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സാധനം അതൊരു കുട്ടി കണ്ടത്. ഇതാണ് അവളുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോളുണ്ട്, അവളുടെ ടോയ്സ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൽ കൊണ്ട് ഒളിപ്പിച്ചേക്കലാണ് മെയിൻ ആളുടെ ഹോബി എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തും കുറച്ച് സാധനം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ളത് ബുക്സൊക്കെ അവരൊക്കെ വരയ്ക്കണ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ടോയ്സൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ കുറച്ചൊക്കെ കൊടുത്ത് അവൾ എൻഗേജ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റി കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ അത് അടുക്കി പെറുക്കി വെക്കണതിൻ്റെ ഇടയിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ സാധനം എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെയാണ്. ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പിള്ളേർക്കൊരു സാധനം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റില്ല. അവർക്ക് നമ്മൾ എത്ര നല്ല ഭംഗി വൃത്തിയിൽ വെച്ചാൽ ആ സെക്കൻഡിനുള്ളിൽ അവർക്കത് തിരിച്ച് ആകെ അലമ്പാക്കി ഇടണം കേട്ടോ. പിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ഇത് വൃത്തി ഞാനാണെങ്കിൽ അത് അപ്പോൾ ആവുന്നതിനനുസരിച്ച് ഞാനത് പറക്കി വെച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞു ഇവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ജോലികളില്ലാത്ത കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാനൊക്കെ മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് നാട്ടിലെത്തിയിട്ട് ഇനി വ്ളോഗ് ചെയ്യാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻസും കാര്യങ്ങളും കണ്ട കാരണമാണ് ശരി എന്നാൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമുക്ക്
ഈ ഒരു മാസം 24-ാം തീയതി ധ്രുവക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിറന്നാൾ വരുന്നത് 20-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഇവിടെ ആഘോഷിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിറന്നാൾ ഇവിടെ ആഘോഷിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് നാട്ടിലെത്തിയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് പറ്റിയാൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ കയറ്റി അടക്കി പറക്കി വെച്ചപ്പോൾ തന്നെ ഏകദേശം അവിടെ ഒരു വൃത്തിയായി. ഇതിപ്പോൾ നിമിഷ നേരത്തേക്ക് ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അടുക്കി പറക്കിയ സാധനങ്ങളാണ് അത് അതിൻ്റെ ഇടയിൽ കണ്ട. അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഇതൊക്കെ ജാൻവിയുടെ ചേച്ചിയുടെ മോളുടെ ടോയ്സാണ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാതെ എടുത്തിട്ട് കൊണ്ടുവന്ന് ഇതിലെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ അതാ കുറച്ചും കൂടി എടുക്കാണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ആ പാത്രത്തിലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഞാൻ അവിടെ നല്ല ഭംഗിയിൽ ആ ബുക്സൊക്കെ പിന്നെ വെച്ചല്ലേ എൻ്റെ മേലാണ് കൊണ്ടിടുന്നത്. അപ്പോൾ ശരി എന്തായാലും ആവട്ടെ. ഇപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കാരണം ഞാൻ ഒരു സൈഡിൽ എൻ്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവളുടെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ അടുത്ത വർക്കിന് പോയിട്ടുണ്ട്, അടുത്ത റൗണ്ടിന് പോയിട്ടുണ്ട് ആൾ. ഇനി അവിടെ നിന്ന് ഇത് പറക്കി കൊണ്ടുവന്നതിൽ ഇടുകയാണ്, കാരണം ജാൻവി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടെ. ജാൻവി ഇങ്ങോട്ട് വന്ന് തുറന്നു നോക്കിയില്ല. അത് കാരണമാണ് ആൾ ഇത്ര ധൈര്യത്തിൽ ഇവ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അതാ വന്നു. അപ്പം വിചാരിച്ച പോലെ തന്നെ ആൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി സാധനങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ ധ്രുവക്കുട്ടി അടക്കി വെച്ച സാധനങ്ങൾ അത് ഓരോന്നായിട്ട് ഞാൻ താഴത്തൊക്കെ അടക്കി വെച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് തിരിച്ച് വന്ന് വലിച്ചിടാൻ തുടങ്ങിയിട്ടാണ്. അവിടെ എത്തി ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒളിപ്പിച്ചിരിക്കണമുണ്ട്. അപ്പോൾ അവിടെ വൃത്തിയാക്കാനുള്ള ഗ്യാപ്പ് പോയി. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ വൃത്തിയാക്കി വെക്കണില്ല. അവർ ഓൾറെഡി കുറേ സാധനങ്ങൾ തള്ളി കയറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയതാണ്. അപ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന കുറച്ച് ബാഗുകളും കാര്യങ്ങളും, പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഊരിട്ടൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കിവിടെ വൃത്തിയാക്കാനൊന്നുമില്ല. കുറേ സാധനം ആവശ്യമില്ലാത്തതല്ല, ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടക്കി വറക്കി ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ച് കൊടുത്തോട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ലേറ്റ് ആവാൻ കാരണം ഞാൻ ഇൻട്രൊഡക്ഷന് പറഞ്ഞ പോലെ ചേട്ടനും ഞാനും കൂടിയിട്ട് സ്കൂട്ടിയിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീണപ്പോൾ 2 ആഴ്ചയൊക്കെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ലാഗായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജിമ്മ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജിമ്മിന് പോകാൻ പറ്റാതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരണ കാരണം ഞാൻ പിന്നെ പോയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് പോയിട്ട് വേണം എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളവിടെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 3-4 തവണ ഇവിടെ നമ്മൾ അടിച്ച് വാരേണ്ടി തന്നെ വരും, പൊടി കാരണം. പിന്നെ പിള്ളേർ വരുന്ന വലിച്ചിരുന്ന കാരണം കേട്ടോ. പിന്നെ തുടയ്ക്കുക ഞാൻ നൈറ്റാണ് തുടയ്ക്കുക, വേറെ ഒന്നുമല്ല. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ഞാൻ നിങ്ങൾ താഴത്തെ കിടക്കണ കാരണം പൊടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മൂക്കിലേക്കൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഉറങ്ങുന്നതിന് മുൻപായിട്ടാണ് തുടച്ചൊന്നുകൂടി വൃത്തിയാക്കൂട്ടോ ആ റൂമുകളൊക്കെ. അപ്പോൾ പറ്റുന്നതിനനുസരിച്ച് ചിലപ്പോൾ മൊത്തത്തിലെല്ലാം തുടയ്ക്കും, അല്ലെങ്കിൽ റൂം മാത്രമേ തുടയ്ക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു ഏരിയ ഇതുപോലെ കുറേ സാധനം ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്യാസ് കണക്ഷൻ ഇല്ല, നമ്മൾ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ അടുക്കളയിലും ഒരു ഇൻഡക്ഷനും മിക്സിയൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ സാധനം കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് പിന്നെ കുറേ ഫർണിച്ചേഴ്സ് ഇല്ല, കാരണം നമ്മൾ വാടക വീട് ആയതുകൊണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന കാരണം അത്രയും സ്ഥലമൊന്നും വാങ്ങിച്ച് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് പരിമിതമായ സ്ഥലങ്ങളൊക്കെയാണ് സ്റ്റോറേജിന് വേണ്ടിയുള്ളൂ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അടുക്കി പറക്കി ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. എനിക്ക് പിന്നെ ഇത് അടുക്കി പറക്കി നിൽക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് സജ്ജീകരിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതാ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നല്ല നീറ്റാക്കുകയാണ്. പിന്നെ പിള്ളേരുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ജാൻവിക്കൊക്കെ ആയാലും അസുഖങ്ങളൊക്കെ വരാൻ മരുന്നൊക്കെ സ്റ്റോക്കാണ്. അപ്പോൾ എല്ലാ സാധനവും ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് കാണാം അവിടെ ബ്ലിങ്കിറ്റിന്നും ബിഗ് ബാസ്ക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള കവറുകളാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം ഇവിടെ വേസ്റ്റ് നമ്മൾ കൊണ്ടിടണം താഴത്ത്. അപ്പോൾ നമ്മൾ ഈ ബിഗ് ബാസ്ക്കറ്റൊക്കെ അതുപോലെ തന്നെ ബ്ലിങ്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ കവേഴ്സ് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ നേരെ അതിൽ വേസ്റ്റ് ഇടും, നേരെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളത് കൊണ്ട് താഴ്ത്തിട്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കണക്കിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരുന്നതുകൊണ്ട് സുഖമെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ധ്രുവക്കുട്ടിയുടെ ഒക്കെ ഡയപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വീട്ടിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടൊന്നും ശരിയായിട്ടില്ല. പിന്നെ ചെയ്യുന്നത് കത്തിക്കലാണ്.
അപ്പം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയാണെങ്കിൽ ചേച്ചിയുടെ ഉണ്ണിയുണ്ടായ സമയത്ത് ഇത് നമ്മുടെ ടെറസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ഉണക്കാനിടും. അപ്പോൾ നല്ല വെയിൽ ഡയറക്റ്റ് അടിക്കുമ്പോൾ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ നേരെ നമുക്ക് കത്തിക്കുക ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് വെയിൽ കൊള്ളിച്ചിടാൻ അവിടെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിങ്ങനെ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ അതിൻ്റെ പഞ്ഞി മാറ്റി വെച്ച് മറ്റേത് ബാക്കിയുള്ള ഭാഗം കത്തിക്കും. പഞ്ഞി അങ്ങനെ ഇവിടെ നമ്മൾ ഒരു വേസ്റ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടിടുക ചെയ്യുക. അതൊരു പണി പിടിച്ച പണിയാണ്. പിന്നെ മഴക്കാലമൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരുന്ന കാരണം നമുക്ക് അതൊന്നും അറിയണ്ട, ജസ്റ്റ് അവിടെ കൊണ്ട് ഇട്ടാൽ മതിയില്ല. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടിക്ക് നമ്മൾ ഇടയ്ക്ക് നൈറ്റിൽ നമ്മളിപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അതാ ഞാൻ കുറേ സാധനങ്ങൾ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ അമ്മ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ കുറച്ച് എന്തൊക്കെ വയേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടി, അത് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. എന്താ ഉപയോഗമുള്ള സാധനമാണെന്ന് തോന്നുന്നത്, കാരണം ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഇത് നമ്മുടെ ജാൻവിയുടെ പണ്ടത്തെ ഹൈ ചെയറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഞാൻ ധ്രുക്കുട്ടീനെ ഹൈ ചെയർമ എടുത്തിട്ടാണ് ഫുഡൊക്കെ കൊടുത്തിരുന്നത്. അത് അടുത്ത ആൾ വന്നിട്ട് ഞാൻ അവിടെ അടുക്കി പറക്കി വെച്ചു. നിങ്ങൾക്ക് എന്നെ കാണാം, അവിടെ ഞാൻ ആ മാറ്റൊക്കെ നല്ല ഭംഗിയിലൊന്ന് അടക്കി വെച്ചതാണ്. ആളപ്പം തന്നെ എടുത്ത് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇതാ ഹൈ ചെയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹൈ ചെയർ നമ്മുടെ വീട്ടിലുള്ളതും ഹൈ ചെയറിൽ ഇപ്പോൾ ധ്രുക്കുട്ടി ഇരിക്കില്ല കേട്ടോ. പിള്ളേർ വലുതായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഹൈ ചെയറിലൊന്നും ഇരിക്കാനുള്ള താല്പര്യമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇത് പഴയ പാൻസും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമാവും. അപ്പോൾ പിള്ളേർ ജാൻവിയൊക്കെ 2-3 തവണ വീണുണ്ട് കേട്ടോ അവിടെ വെള്ളത്തിൽ ചവിട്ടിയിട്ടേ. ഇവരെന്നെ വെള്ളം കൊണ്ട് ഒഴിക്കും. ടൈലായ കാരണം പെട്ടെന്ന് വഴിക്ക് വീഴും. അത് കാരണം അമ്മ അവിടെ ഇവിടെ കുറച്ച് തുണി ഉപയോഗിക്കാത്ത തുണികളൊക്കെ കൊണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഇച്ചിരി വെള്ളം കണ്ട അപ്പം തന്നെ വേഗം തുടച്ചെടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ തുണികളൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങനെ പിള്ളേർ വീഴാണ്ടിരിക്കും. ധ്രുക്കുട്ടീനും അവിടെ ഇങ്ങനെ വീഴ്ചകൾ പതിവാണ്. ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ അറിയാലോ, ടൈൽ നല്ല രീതിയിൽ പിള്ളേർ തലടിച്ചിട്ടാണ് വീഴുക. അപ്പം അത് കാരണം അമ്മ ഇവിടെ ജാൻവി 2-3 തവണ വീണ കാരണം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറിയ തുണികൾ കൊണ്ടിട്ടിട്ടുണ്ട് പെട്ടെന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഭാഗം നല്ല ക്ലീനാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നമ്മൾ ആ യെല്ലോ ബേസിൽ കുറച്ച് വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്തോ ആവി പിടിക്കാനെടുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടക്കി പറക്കിയപ്പോൾ അതിലേക്ക് വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇരട്ടിപ്പണികളെന്ന് പറയുന്നത്. അപ്പോൾ അതാ വെള്ളമൊക്കെ കൊണ്ട് കളഞ്ഞ് രണ്ടാമത് ഒന്നും കൂടി അവിടെ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ നല്ല രീതിയിൽ ക്ലീനായി സെറ്റായിട്ടുണ്ട്. അടുത്തതാ നമ്മുടെ ജാൻവി മേഡത്തിൻ്റെ റൂമാണ്. അപ്പോൾ അവിടെയാണ് മെയിൻ പിള്ളേരെ കളികൾ നടക്കുന്നത് കേട്ടോ. അവിടെയാണ് കുറേ ടോയ്സും സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കണ്ടോ, നിലത്തൊക്കെ ഇതുപോലെ ക്ലേ വെച്ച് കളിച്ച ക്ലേകളാണ്. പിന്നെ ഇടയ്ക്ക് നെയിൽ പോളിഷും പോയിട്ടുണ്ട്. പിന്നെ ചുമരിൻ്റെ കാര്യം പറയാൻ വേണ്ട, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ജാനി വരച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ഫുള്ള് തിരിച്ചൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടി വരും തോന്നുന്നു, കുറച്ചും കൂടി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വീട് മൊത്തം. അപ്പോൾ അതാ നെയിൽ പോളിഷൊക്കെ ടൈലായിരുന്നു കേട്ടോ. അത് നമ്മൾ റിമൂവർ വെച്ചാൽ നമുക്ക് ടൈലിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടും. ഇപ്പം ഞാൻ അതിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ ആ ക്ലേയും ഉണങ്ങി കിടക്കുന്ന ക്ലേയും സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഫുള്ളൊന്ന് അടിച്ച് വരണം കേട്ടോ. ഞാൻ പറഞ്ഞു തുടയ്ക്കലൊക്കെ ഞാൻ നൈറ്റേ ചെയ്യുള്ളൂ. അപ്പോഴാണ് നല്ലത്. ഇപ്പോൾ തുടച്ചിട്ട് ഉപകാരം ഉണ്ടാവില്ല, കാരണം പൊടി എത്രയും പെട്ടെന്ന് ആ സമയം കൂടെ തന്നെ വരും. അപ്പോൾ നൈറ്റ് നമുക്ക് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അല്ലെങ്കിൽ പൊടി ഡസ്റ്റ് അലർജിയും കാര്യങ്ങളൊന്നും വരേണ്ട വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ അവിടെയാണെങ്കിൽ ഞാൻ 1.5 കേട്ടോ ചിലപ്പോൾ തുടയ്ക്കുക. ചിലപ്പോൾ അടുപ്പിച്ച് തുടച്ചെന്ന് വരും. ഇവിടെ ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കുന്നുണ്ട്, കാരണം പൊടിയുള്ള കാരണമാണ് കേട്ടോ. നല്ല രീതിയിൽ പൊടിയുള്ള കാരണമാണ്. കണ്ടോ എന്തൊക്കെയാണ് ഇവിടെ ഇല്ലാത്ത അത്രയും സാധനം ഇവിടെ ഉണ്ട്. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പിള്ളേർക്ക് എന്തെങ്കിലും നേരം പോകണ്ടേ, പിള്ളേർക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല. ഈ ഒരു 4 ചുവരുകൾക്കുള്ളിൽ പിള്ളേർ ഇരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ടി വിയും ഇല്ല കേട്ടോ. ഇവിടുത്തെ ടി വി നാശമായിരിക്കുകയാണ്. പിന്നെ ടി വി എടുത്തിട്ടുമില്ല. അങ്ങനെ അത്യാവശ്യമില്ലാത്തതിന് അവരങ്ങനെ ടി വിന്ന് കാണുന്നതല്ല. ഞാനായാലും ടി വി അങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയാണെങ്കിലും ടി വി ഞാൻ കാണാറേ ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സിനിമയൊക്കെ കാണുന്നത് തിയേറ്റേഴ്സിൽ പോകുമ്പോഴാണ്. ഇരുന്ന് സിനിമ കാണാൻ ഇപ്പോൾ ധ്രുക്കുട്ടിയുള്ള കാരണം അങ്ങനെ ഇരുന്ന് സിനിമ കാണാനൊന്നും അവൾ സമ്മതിക്കില്ല. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ നമുക്കങ്ങനെ കാണാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. പിന്നെ രാത്രി ഇന്ന് കാണാൻ വെച്ചാൽ പിന്നെ അവളുള്ള കാരണം അതിനും സമ്മതിക്കില്ല. അപ്പോൾ അത് കാരണം ടി വി കാണൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു വന്നത് പിള്ളേർക്ക് നേരം പോകണ്ടേ, അത് കാരണം പിള്ളേരോടും ചെയ്ത് കൂട്ടുന്നതാണ് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി നടുപൊടിയെന്ന് മാത്രം. അപ്പോൾ നൈറ്റായപ്പോൾ പിള്ളേർ അമ്മയും കൂടിയിട്ട് ഹാളിലിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ മാറ്റിയാൽ മാത്രമേ നമുക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ കുറേ വട്ടം ഓടി വരാനൊക്കെ നോക്കി ഞാൻ വാതിൽ കുറ്റിയിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഒന്ന്
ഒന്നുകൂടി ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു. കണ്ടില്ലേ, ബെഡ്ഷീറ്റിൽ വരെ ജാൻവി വരച്ചിട്ടുള്ളതാണ്, പാനോണ്ട് വരച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് പിന്നെ കഴുകിയാലും പോവാത്തതാണ്, പാനോണ്ട് ഇത് കാണാൻ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ വേഗം തുടച്ചെടുക്കുകയാണ്. അവിടെ പിന്നെ എൻ്റെ അമ്മ അവിടെ നോക്കുന്നുണ്ട്. രണ്ടുപേരെയും എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരുടെയും ഇടയിൽ ഒരാൾ വേണം. കാരണം എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ ഒരു അടി വീഴാം. ധ്രുക്കുട്ടിയാണ് കേട്ടോ മെയിനായിട്ട്. അവൾ ചിലപ്പോൾ ഉപദ്രവിക്കാനൊക്കെ നോക്കും. കാരണം അവൾ സാധനം എടുക്കുമ്പോൾ സമ്മതിക്കില്ല. അപ്പം തന്നെ ധ്രുക്കുട്ടി ഇപ്പോൾ അടിക്കാനൊക്കെ നോക്കും കേട്ടോ. ജാൻവി അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ വേഗം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ കിടക്കുന്ന റൂമും കൂടി ഒന്ന് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ അത്രയും നേരം അവർ ഹോളിലല്ല. അപ്പോൾ ഞാൻ വേഗത അപ്പോഴേക്കും കണ്ടില്ലേ, ഞാൻ രാവിലെ എങ്ങനെ ഇട്ടിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ്. ആ ബെഡിൽ നിറച്ച് സാധനം ഉതിർക്കുട്ടി വലിച്ച് വരട്ടേക്കാണ് കേട്ടോ. എന്തൊക്കെയോ വലിച്ച് വരട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെയും പറക്കിയെടുത്ത് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ 2 തവണ ഒക്കെയാണ് ബെഡ്ഷീറ്റ് മാറ്റി. ഇവിടെ ഞാൻ ഒന്നരാടം കൂടുമ്പോൾ, ചിലപ്പോൾ ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും. കാരണം ഒന്നാമത് താഴത്ത് വിരിക്കുന്നത് കാരണം പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി കൂട്ടും. അത് കാരണം പെട്ടെന്ന് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് വീട്ടിൽ വന്നത് വളരെ കുറവായിരിക്കും. കാരണം ഇവർ ബാംഗ്ലൂർ കാരണം അങ്ങനെ വരാറില്ല ഞാനിങ്ങോട്ട്. പെട്ടെന്ന് നമുക്ക് ഇത്രയും ഇങ്ങനെ ആദ്യമായിട്ടാണ് അടുപ്പിച്ച് വരുന്നത് തന്നെ ബാംഗ്ലൂർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം എനിക്ക് ഭയങ്കര റിലീഫാണ്. അറിയാമല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴത്തെ ഒരു റിലീഫ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കാര്യമല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ നിൽക്കാൻ വരാൻ പറ്റാറില്ല. കഴിഞ്ഞ തവണ ഞാൻ വന്നു. ഇപ്രാവശ്യമായാലും ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ, നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും അമ്മമാരുടെ വീട്ടിലേക്ക് പോയല്ലോ വെക്കേഷനായപ്പോൾ. അപ്പോൾ ധ്രുക്കുട്ടിക്കാണെങ്കിലും ആരുമില്ല, എല്ലാവരും അവർ അമ്മമാരുടെ വീട്ടിൽ പോയേക്കാണ്. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്, അപ്പോൾ നീയും പോയിട്ട് നിന്നോ, ധ്രുക്കുട്ടിക്ക് ഒരു ടൈം പാസ് വേണ്ടേ. അപ്പോൾ ധ്രുക്കുട്ടി പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എവിടെ വന്ന ആൾ പിന്നെ അവിടുത്തെ ആളായിട്ട് മാറും. ഇവിടെ വന്ന് ഇവിടുത്തുകാരിയാണ്. അതായത് പിന്നെ ഇവിടെ ഫുൾ ഇംഗ്ലീഷ് കാര്യങ്ങൾ, പിന്നെ ഒരു ബാംഗ്ലൂരുകാരിയാണ്. തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തുകാരിയാണ്. പിന്നെ ഇംഗ്ലീഷൊന്നും പറയില്ല. പിന്നെ തനി പക്ക നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് കാർലകാരി. അങ്ങനെ ഒരു പ്രത്യേക അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ധ്രുക്കുട്ടി ഉണ്ട് കേട്ടോ. ഒരൊറ്റ ദിവസമുള്ളൊരു അഡാപ്ഷനാണ്. പെട്ടെന്ന് നമ്മൾ ചില സമയത്ത് ഇത്രയും ദിവസം മാറി നിന്നല്ലേ, നമ്മൾ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ അവരെ കാണാത്തതിൻ്റെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് സെക്കൻഡിൽ അവിടുത്തെ ആളായിട്ട് മാറും. അപ്പോൾ പിറന്നാളായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻസ് സദ്യയും കാര്യങ്ങളൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നത്. ധ്രുക്കുട്ടിക്കാണ് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ സദ്യ ആണെങ്കിൽ ചോറൊന്നും അവൾക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ബിരിയാണിയുടെ റൈസൊക്കെ ഇഷ്ടമാണ്. പിന്നെ പായസം, അത് അവൾക്ക് ഇഷ്ടം, പാലട ഇഷ്ടമാണ്. പിന്നെ സേമിയ പായസം ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒക്കെ കുക്കിങ്ങൊക്കെ കമ്മിയായിരിക്കും, നമ്മൾ ഹെൽപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഹോള് മാത്രമാണ് ഇനി അടിച്ചു വാരി തുടയ്ക്കാനുള്ളൂ. അപ്പോൾ ഇനി ഹോള് ഇന്ന് തുടയ്ക്കണ്ടെന്ന് വിചാരിച്ചു. ബാക്കി ഏരിയാസൊക്കെ ഞാൻ അടിച്ചു വാരി തുടച്ചു കേട്ടോ. ഹോളെന്ന് പറഞ്ഞാൽ ആ ഒരു ലിവിങ് സ്പേസ്. അപ്പോൾ അവിടെ ഇപ്പോൾ അവർ ഇരിക്കുന്ന കാരണം അവിടെ ഇപ്പോൾ തുടയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കുന്നതാണ്. അത് കാരണം ഞാൻ വിചാരിച്ചു അവിടെ അടിച്ചുമായിട്ട് മാത്രം വിടാമെന്ന്. അപ്പോഴേക്കും പിന്നെ ഞാൻ ആ സമയം കൊണ്ട്, അതോടെ ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാനിവിടെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ ഇതിപ്പോഴത്തെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു അടുക്കളയാണ്. ഇപ്പം ഞാനാണ് കഴിഞ്ഞ തവണ വന്നിട്ട്, നമ്മൾ അടിയിൽ കണ്ടില്ല ഒരു കാർഡ്ബോർഡ് ബോക്സ്, നമ്മളിവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ബോക്സ്, അതിൽ കുറേ സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാനങ്ങനെ ഒരു സ്പേസ് പോലെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അവിടെ പാത്രങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി. കാരണം നമുക്ക് ആ ഒരൊറ്റ സ്ലാബ് മാത്രമേ ഉള്ളൂ പാത്രങ്ങൾ വയ്ക്കാൻ. പിന്നെ നമ്മൾ സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തവണ വന്നപ്പോൾ അത് കുറേ സ്റ്റാൻഡുകൾ അവൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ട് പാത്രങ്ങൾ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് വളരെ സുഖമായിട്ട്. പക്ഷെ നമുക്ക് വെക്കണമെങ്കിൽ ഈ സ്ലാബുമ്പോൾ തന്നെ വെക്കണം, വേറെ ഏരിയ ഇല്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഞാൻ അന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ആ പെട്ടി വളരെ ഹെൽപ്ഫുള്ളായി കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ ബാക്കി ഞാൻ കുറേ പാത്രങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ തന്നെ വെച്ചു. ബാക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാ. പിന്നെ ഉറങ്ങാൻ നേരത്തെ ഒന്നുകൂടി ജസ്റ്റ് ഇവിടെ ഒന്ന് തുടയ്ക്കും കേട്ടോ. എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട്, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു അവസാന നിമിഷ ക്ലീനിങ് കൂടി അടുക്കളയിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് അടുക്കി പറക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ പരിമിതമാണ്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും പരിമിതമാണ്, സ്ഥലം പരിമിതമായ കാരണം. അതിനുള്ള സ്ഥലം ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു.
അപ്പോൾ അത് കഴുകുന്നതോട് കൂടിയിട്ട് കൈയൊക്കെ നല്ല വൃത്തിയാവുമല്ലോ. അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഒന്നുകൂടി കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ടാണ് പെട്ടെന്ന് കായലൊക്കെ ചെയ്ത് തീർക്കുന്നത് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ കുളിക്കുന്നതിന് മുന്നേ കായലൊക്കെ ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പോൾ അത് നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായി. അപ്പോൾ ആ പാത്രങ്ങൾ കഴുകണേ മുന്നേ അപ്പോൾ നമ്മളിവിടെ വെള്ളം എന്ന് പറയുന്നത് നമുക്കൊരു ഉപ്പ് കലർന്ന ഒരു ഹാർഡ് വാട്ടർ പോലത്തെ ഒരു വെള്ളമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്ററിലുള്ള നല്ല വെള്ളത്തിലും കൊണ്ട് ഒന്ന് കഴുകിയെടുക്കും. അപ്പം അമ്മ ഒരു വൃത്തിക്കാരിയാണ്, അത് കാരണം അമ്മ അത് വളരെ ശ്രദ്ധിക്കും. അപ്പോൾ അത് കാരണം നമ്മളൊരു പിങ്ക് കണ്ടില്ല, പിങ്കായിട്ടൊരു കുഞ്ഞു പാത്രം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അതിൽ നമ്മൾ ഈ ഫിൽറ്ററിൽ വരുന്ന വെള്ളം എടുത്ത് വയ്ക്കും. അങ്ങനെ ആ പാത്രങ്ങൾ കഴുകിയിട്ട് കയ്യിൽ ഒന്നുകൂടി കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫിൽറ്ററിൽ വെള്ളം അവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ അതിലിട്ടിട്ട് ഒന്നുകൂടി റിൻസ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ. നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ വീടുകളിൽ ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ പാത്രങ്ങൾ പകർത്തി ഓരോന്നോരോ, ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളാകെ 3 പേരാണുള്ളത്. നമ്മളങ്ങനെ ഒരു ഇതിൽ നമുക്ക് എല്ലാവരും തോന്നിയ സമയത്താണ് ഭക്ഷണം കഴിക്കുക. അവരവരുടെ ഇഷ്ടത്തിന് സമയത്ത് അവരവരെ സെർവ് ചെയ്ത് കഴിക്കുക. അത് കാരണം നമുക്ക് കുറേ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനൊന്നുമില്ല. നമുക്ക് ഉള്ള പാത്രങ്ങൾ ഏതിലാണ് കുക്ക് ചെയ്തതെന്ന് നമ്മൾ നേരെ എടുത്ത് കഴിക്കുക ചെയ്യുക. അപ്പോൾ അതിന് അധികം പാത്രമൊന്നും ഉണ്ടാവില്ല. എന്നാലും പിള്ളേരുടെ കുറേ സാധനങ്ങൾ അങ്ങനെയുള്ള രീതിയിലുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അതും വളരെ റിലീഫാണ്. പാത്രം അങ്ങ് കഴുകി നിൽക്കണ്ട. അവിടെയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകി വയ്യാണ്ടാവും കേട്ടോ. കാരണം അത്രയധികം പാത്രങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറികളും ഇതൊക്കെ മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്നാലും അമ്മേനോട് പറയും കേട്ടോ. അമ്മ എന്നെ കൂടെ ഒന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. ഇവിടെ അമ്മേനോട് പറയും പാത്രം കഴുകേണ്ടത് നീ അവിടെ വെച്ചോ, ഞാൻ ചെയ്തോളാം. പക്ഷേ എനിക്കിങ്ങനെ വെറുതെ എത്ര നേരം വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഞാൻ വരുമ്പോഴാണ് ഒരു ഹെൽപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ചും കൂടി റിലീഫ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അമ്മയാണ് ഇതൊക്കെ ചെയ്യുക. അവൾ ജോലിക്ക് പോകുന്നതാണ്. അവളിന് വരണമെങ്കിൽ അവൾ 1 മണിയാകുമ്പോൾ വരുമ്പോൾ നൈറ്റ്. അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് കുറച്ച് ദിവസം അമ്മ സുഖമായിട്ടൊന്ന് ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുക കേട്ടോ. കുക്കിങ് കാര്യങ്ങളൊക്കെ അമ്മയാണ്. അത് ഞാൻ പിന്നെ ഇടപെടുന്നില്ല. കാരണം നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡ് കുറച്ച് ദിവസം കഴിക്കുന്നത് വിചാരിച്ചിട്ടാണ്. ബാക്കി ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് നമ്മൾ വേറൊരു കവറിൽ ഇട്ട് വയ്ക്കും. ഇതുപോലെ തന്നെ താഴത്ത് കൊണ്ട് ഡംപ് ചെയ്യാനാണ്. ഫുഡ് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അടുക്കളയുടെ ഏരിയ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നാട്ടിലത്തെ പോലെ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ അതോട് കൂട്ടിയിട്ട് ഞാൻ പിന്നെ വേഗം കുളിച്ച് വന്നു കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതാ തുടയ്ക്കാൻ ചെറിയൊരു ഏരിയ ഉള്ളത് പെട്ടെന്ന് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തുടയ്ക്കുന്നതൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. അത് ഇവിടുത്തെ ഒരു വല്ലാത്തൊരു ഗുണമാണ്. പെട്ടെന്ന് തന്നെ എല്ലാം ഉണങ്ങി കിട്ടും. പെട്ടെന്ന് കറണ്ട് പോയിട്ട് അങ്ങനെ അതോട് കൂടിയിട്ട് നമ്മൾ കുളിച്ചൊക്കെ വന്ന് പിന്നെ ഉള്ളത് ഹോള് ഇങ്ങനെയായിട്ട് പിള്ളേരൊക്കെ കളിച്ച് പോയതാണ്. അമ്മ ഇവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഞാനുള്ള കാരണം അമ്മ ഇവിടെ കിടക്കും. അമ്മ പായ വിരിച്ച് ഇവിടെ കിടക്കും കേട്ടോ. അമ്മയോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞാൽ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ അങ്ങനെ ഒരാളാണ് കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആൾക്ക് എത്ര വൈകില്ല അങ്ങനെ തന്നെയാണ് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് പായൊക്കെ ഇടുന്നുകൊണ്ട് കുടഞ്ഞ് വിരിക്കുകയാണ്. കാരണം പിള്ളേർ ചവിട്ടി കൂട്ടിയിട്ടും ആകെ കളിച്ചിട്ടൊക്കെ ഇവിടെ നിറച്ച് പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോള് ഞാൻ തുടയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഹോളിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി മാത്രം എടുക്കാം. ബാക്കി എല്ലാ ഏരിയാസും ഞാൻ തുടച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഇത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ജാൻവിയുടെ റൂമിലാണ് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ തുടയ്ക്കാണ്ട് ബാക്കി എല്ലായിടത്തും തുടയ്ക്കും. അവിടെ മാത്രം അടിച്ചെടുക്കും. കാരണം പിള്ളേരുടെ സൗകര്യം അനുസരിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി അവിടെ ഒന്ന് അടിച്ച് വരി. ഞാൻ റൂം ഒന്നും കൂടി ഒന്ന് അടിച്ച് വരി. കാരണം പൊടി വരാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഒന്നും കൂടി എൻ്റെ റൂമൊക്കെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് അടിച്ചെടുത്തു. അതോടുകൂടി നമ്മൾ ക്ലീനിങ് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള നമ്മളൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനിവിടെ വൃത്തിയാക്കേണ്ട ഇടയിൽ അതൊരു കുട്ടീനെ അമ്മാമ്മ സാരി ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കുട്ടി സാരിയിട്ട് നല്ലൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. ആൾ സായിട്ട് കണക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ പെമ്പിളാരായ സ്ഥിതിക്ക് ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അത് അവരുടെ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വൃത്തിയാക്കുന്ന നേരം കൊണ്ട് ക്യാമറ തിരിച്ച് വെച്ചതാണ്. അവസാനമായപ്പോൾ നമ്മുടെ വൃത്തിയാക്കുന്ന ഒരാളും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.
വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.